യക്ഷപ്രശ്നം എന്നുള്ള കഥയാണ് മുത്തശ്ശി പറയാൻ പോണത്. പാണ്ഡവന്മാർ, അതായത് യുധിഷ്ഠിരൻ ചൂതുകളിയിൽ തോറ്റ് തുന്നം പാടിയിട്ട് രാജ്യവും സമ്പത്തും സകല സംഗതിയും ദുര്യോധനൻ അടിയറവ് വെച്ചു. എന്നിട്ട് ഉടുത്ത വസ്ത്രത്തോടെ കാട്ടിലേക്ക് പോവുകയാണ് പാണ്ഡവരും പാഞ്ചാലി. അങ്ങനെ അവർ വനങ്ങളിങ്ങനെ കാമ്യകവനം, ഗന്ധമാദനം, ബദരികാശ്രമം, ദ്വൈതവനം, വീണ്ടും കാമ്യകവനം, ഇങ്ങനെ സഞ്ചരിച്ച് അവരേകദേശം ഒരു 12 കൊല്ലം. അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കതിപ്പോൾ ഈ കഥയിൽ പ്രസക്തമല്ല. അങ്ങനെ 12 കൊല്ലം കഴിയാറായ സമയത്ത് വീണ്ടും ദ്വൈതവനത്തിലെത്തി. അവിടെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രാഹ്മണൻ ഈ ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് അരണിക്കോല് എന്ന് പറയും, നമ്മുടെ സാധാരണ ഭാഷയിൽ ചമത എന്ന് പറയും. ഈ അരണിക്കോലിങ്ങനെ ഉരയ്ക്കുമ്പോഴാണ് അതിൽ തീ ഉണ്ടാവും. അന്ന് തീപ്പെട്ടിയൊന്നുമില്ല. അപ്പോൾ ഈ അരണിക്കോല് ഉരച്ചിട്ടാണ് എല്ലാത്തിലും തീ ഉണ്ടാക്കുക, അഗ്നി ജ്വലിപ്പിക്കുക. അതിനിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കും. എവിടുന്നോന്നറിയില്ല, ഒരു മാൻ അങ്ങോട്ട് ചാടി വന്ന് ഈ ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് ഈ അരണിക്കോല് തട്ടിയെടുത്ത് ഒരൊറ്റ ഓട്ടം. അപ്പോൾ അത് കണ്ടപ്പോൾ നകുലൻ വേഗം മാൻ്റെ പുറകെ ഓടി. നകുലൻ ഓടിയപ്പോൾ സഹദേവൻ ഓടി. അത് കണ്ടപ്പോൾ അർജുനൻ ഓടി. ഉടനെ ഭീമനും ഓടി. അപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചു അനിയന്മാർ 4 പേരും ഓടി. എന്നിട്ട് യുധിഷ്ഠിരൻ പിന്നാലെ ഓടി. അങ്ങനെ ഈ പാണ്ഡവർ 5 പേരും ഇങ്ങനെ കാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക, മാനിനെ നോക്കിക്കൊണ്ട്. പക്ഷെ മാനിൻ്റെ പൊടി പോലും കാണാനില്ല. അങ്ങനെ ഓടി തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. അപ്പോൾ അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്കിനി ഒരടി നടക്കാൻ പറ്റില്ല, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാതെ ഒരു നിവൃത്തിയില്ല. നകുല ഒരു കാര്യം ചെയ്യൂ, ആ മരത്തിൽ കയറി. ഇവിടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ നോക്കിയിട്ട് ഒന്നും വെള്ളം കണ്ടിട്ടില്ല. അപ്പോൾ ആ മരത്തിലൊന്ന് കയറൂ, എന്നിട്ടൊന്ന് നോക്കൂ അടുത്തെങ്ങാനും വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നകുലൻ ഒരു മരത്തുമ്മേലേക്ക് വലിഞ്ഞ് കയറി നോക്കി. തുഞ്ചത്ത് കയറി നോക്കിയപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു സരസ് കണ്ടു, നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ നകുലൻ വിളിച്ച് പറയും, ജ്യേഷ്ഠ, കുറച്ച് ദൂരെ ഒരു സരസ് കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് വെള്ളം കുടിക്കാം. എന്നിട്ട് നകുലൻ ഇറങ്ങി അങ്ങോട്ട് വരും. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, എനിക്ക് എന്തായാലും നടക്കാൻ പറ്റില്ല, നിങ്ങൾ പോയി കുടിക്കൂ, എന്നിട്ട് വരുമ്പോൾ എനിക്ക് ഒരു ഇലക്കുമ്പുള്ളിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അങ്ങനെ നകുലൻ ഈ സരസ് കണ്ട ദിശയിലേക്ക് ഇങ്ങനെ നടന്ന് പോവും. ഇവരിങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുക. കുറച്ച് നേരമായി, 5 മിനിറ്റായി, 10 മിനിറ്റായി, വരേണ്ട സമയമൊക്കെ ആയിട്ടും നകുലനെ കാണാനില്ല. ഇതെന്താ പറ്റിയേ എന്ന് വിചാരിച്ചിട്ട് യുധിഷ്ഠിരൻ പറയും, സഹദേവനൊന്ന് പോയി നോക്കൂ എന്ന് പറയും. അങ്ങനെ സഹദേവനും പോവും. സഹദേവൻ പോയിട്ടും വരേണ്ട സമയമായിട്ട് കാണുന്നില്ല. അപ്പോൾ യുധിഷ്ഠിരൻ അർജുനനെ പറഞ്ഞേക്കും. അർജുനൻ പിന്നാലെ പോവും. പോയിട്ട് അർജുനനെയും കാണാതായപ്പോൾ ഭീമൻ പോവും. കുറേ കഴിഞ്ഞ് ഭീമൻ വരേണ്ട സമയത്ത് ആരെയും കാണാനില്ല. യുധിഷ്ഠിരൻ ആകെ ഒരു പരിഭ്രാന്തിയായി. എണീറ്റു വേഗം അവർ പോയ അതേ ദിശയിലേക്ക് പോവും. അങ്ങനെ കുറച്ച് പോയപ്പോൾ സരസ് കണ്ടു. പക്ഷേ സരസിൻ്റെ കരയിൽ കണ്ട കാഴ്ച യുധിഷ്ഠിരൻ്റെ ചങ്ക് തകർക്കണ കാഴ്ചയായിരുന്നു. അനുജന്മാർ 4 പേരും ജീവനറ്റ അവിടെ കിടക്കുക. സങ്കടം വന്നു മുട്ടി. അപ്പോൾ പൊയ്കയിലൊന്ന് ഇറങ്ങിത്തിരി വെള്ളം എടുക്കാം, വേണമെങ്കിൽ ഒന്ന് തളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പൊയ്കന്ന് ഇങ്ങനെ കാല് വെക്കാൻ പോയപ്പോഴും നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു ശബ്ദം. യുധിഷ്ഠിരൻ ആ വെച്ച കാലും ഇങ്ങോട്ട് പിന്നാക്കം വലിച്ചു. ആരാന്നിങ്ങനെ നോക്കി. ഞാൻ ഈ സരസിൽ ജീവിക്കുന്ന ഒരു കൊക്കാണ്, ഇതെൻ്റെ സരസാണ്, ഇതിലത്തെ മത്സ്യങ്ങളെ തിന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വെള്ളം എടുക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണം, അല്ലെങ്കിൽ ഇതാ കണ്ടില്ലേ ആ കിടക്കണേ, അവരുടെ പോലെ നിൻ്റെ അനിയന്മാരില്ലേ അത്, അതുപോലെ നീയും മരിച്ചു വീഴുമെന്ന് പറയും. ഞാനാണ് അവരെ വധിച്ചതെന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരൻ ആലോചിക്കും ഒരു നിമിഷം. എന്നിട്ട് പറയും, തൊഴുതുകൊണ്ട് പറയുക, അങ്ങ് കേവലം ഒരു പക്ഷിയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്താ വെച്ചാൽ ആ കിടക്കണത് ഭീമനും അർജുനനും ഒക്കെ അതിപരാക്രമികളാണ്. ഒരുപാട് യക്ഷന്മാരെയും ഗന്ധർവന്മാരെയൊക്കെ അവർ എന്താ പറയുക, നിമിഷം കൊണ്ട് പരാജയപ്പെടുത്തി. അത്ര വില്ലാളി വീലന്മാരാണ് അവരൊക്കെ. അങ്ങനെയുള്ള അവരെ വധിച്ച അങ്ങ് വെറും ഒരു പക്ഷിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങ് ആരാണ്? അങ്ങ് ഒരു ദേവനാണെന്ന് തോന്നുന്നു. ദേവി ഇതങ്ങ് ആരാന്ന് എന്നോട് പറയണം എന്ന് പറയും. അപ്പോൾ ഈ ശബ്ദം പറയും, ശരിയാണ്, നിങ്ങളുടെ ഊഹം ശരിയാണ്, ഞാൻ കൊക്കോ പക്ഷിയോ ഒന്നുമല്ല, ഞാനൊരു യക്ഷനാണ്, ഈ സരസ് എൻ്റേതാണ്. അപ്പം ഞാൻ ഈ 4 പേരോടും ഇവർ ഓരോരുത്തരുടെ വന്നപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം ശരിക്ക് പറഞ്ഞാൽ വെള്ളം എടുക്കാനുള്ള അനുവാദവും കൊടുത്തിരുന്നു. പക്ഷേ 4 പേർക്കും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനും ഒരൊറ്റ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ എന്നാൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാമെന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, ആവാം എന്ന് പറയും. അങ്ങനെ യക്ഷൻ ആദ്യത്തെ ചോദ്യം ചോദിക്കും. യുധിഷ്ഠിരൻ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കും.
അതിനും യുധിഷ്ഠിരൻ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകും. ഇങ്ങനെ ഈ യക്ഷൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും യുധിഷ്ഠിരൻ കൃത്യമായ ഉത്തരം നൽകിയപ്പോൾ യക്ഷന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ യക്ഷൻ പറയും, എനിക്ക് സന്തോഷമായി, ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വെള്ളം എടുത്തോളൂ, അതിനു മുമ്പ് ഈ കിടക്കുന്ന 4 പേരിൽ ഒരാളെ, നിങ്ങളുടെ അനിയന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിച്ച് തരാമെന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരന് സംശയമൊന്നുമില്ല. യുധിഷ്ഠിരൻ പറയും, എനിക്ക് നകുലനെ ജീവിപ്പിച്ച് തന്നാൽ മതി എന്ന്. അപ്പോൾ യക്ഷൻ അത്ഭുതമായി, നകുലനെയോ? പരാക്രമികളായ അർജുനനെയും ഭീമനെയും വേണ്ടാന്ന് വെച്ചിട്ട് ഈ നകുലനെ പറയണത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ യുധിഷ്ഠിരൻ പറയും, എൻ്റെ പിതാവിന് 2 പത്നിമാരാണ്, കുന്തിദേവിയും മാദ്രീദേവിയും. ഇവർ 2 പേരും ഞങ്ങൾക്ക് തുല്യ മാതാക്കളാണ്. അപ്പോൾ കുന്തിദേവിയുടെ പുത്രനായിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, മാദ്രീദേവിയുടെ ഒരു പുത്രൻ ജീവിച്ചിരിക്കുന്നതല്ലേ അതിലെ ധർമ്മം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും യക്ഷന് വളരെ സന്തോഷമായി. യക്ഷൻ 4 പേരെയും ജീവിപ്പിക്കും. സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഇവരുടെ മുമ്പിൽ. നോക്കിയപ്പോൾ ആരാ? യുധിഷ്ഠിരൻ്റെ പിതാവായ ധർമ്മദേവൻ ഇവരെല്ലാവരും അനുഗ്രഹിക്കും. എന്നിട്ട് പറയും, മാനായി വന്ന് അരണിക്കോല് തട്ടിയെടുത്തത് ഞാൻ തന്നെയാണ്, എനിക്ക് എൻ്റെ പുത്രനായ യുധിഷ്ഠിരനെയും നിങ്ങളെല്ലാവരെയും കാണണമെന്നുണ്ടായിരുന്നു, സന്തോഷമായി. ഇനിയിപ്പോൾ നിങ്ങളുടെ വനവാസം കഴിയാറായിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ നേരെ വിരാട രാജധാനിയിലേക്ക് പോവുക, അവിടെ നിങ്ങൾക്ക് ആരും അറിയാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു കൊല്ലത്തെ അജ്ഞാതവാസം പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിച്ച് ധർമ്മദേവൻ അപ്രത്യക്ഷനാവുകയാണ്. യക്ഷപ്രശ്നം എന്ന കഥ ഇവിടെ സമാപിക്കുന്നു.